ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്സായിട്ട് കഴിക്കാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പി വേറൊന്നുമല്ല കേട്ടോ, പൊട്ടറ്റോ ഫ്രൈ ആണ്. ഈ പൊട്ടറ്റോ ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ചുരണ്ടി നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കാം. ഞാനിത് നല്ല നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇതിപ്പോൾ റെസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു എയർ ഫ്രൈ യൂസ് ചെയ്ത് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എയർ ഫ്രൈ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയൊക്കെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ടൈം സെറ്റ് ചെയ്ത് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് എയർ ഫ്രയർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ചിക്കൻ വേവിച്ചെടുക്കാം, അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഓർ പൊട്ടറ്റോ ഫ്രൈസ് ആണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷേ 17 മിനിറ്റാണ് വയ്ക്കുന്നത്. നമ്മുടെ ഫ്രൈസ് കുക്കാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഓഫാവും. ഇത് നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.